ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഒരു സുഖമില്ല കേട്ടോ. കാരണം വേറൊന്നല്ല, ഇന്നലെ ഞാനൊരു അബദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കഥയാണ് ഇന്ന് ഞാൻ തുടക്കത്തിലേ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ മുടിയിൽ ഇതുവരെ വി അതുപോലുള്ള സംഭവങ്ങളൊന്നും തന്നെ വെട്ടിയിട്ടില്ല കേട്ടോ. വീട്ടിൽ അച്ചാച്ചനാണ് മുടിയുടെ തുമ്പ് വെട്ടിത്തരാ. ആൾ വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മുടി പെട്ടെന്ന് വളരും കേട്ടോ. അത് ചിലർ വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുമെന്ന് പറയാലോ. പിന്നെ പുറത്ത് പോയി വെട്ടുന്നത് ആർക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ. അമ്മയാണെങ്കിൽ കൊല്ലും. അമ്മയ്ക്ക് മുടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുകൊണ്ട് അമ്മയും ഒട്ടും സമ്മതിക്കില്ല. എൻ്റെ മുടി എങ്ങനെ വെട്ടിയാലും വളരും. അന്നൊക്കെ അത്യാവശ്യം ഉള്ളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊഴിഞ്ഞു പോയി ഉള്ളെന്ന് പറയുന്ന സംഭവം ഇല്ല. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ഉണ്ട് കേട്ടോ. പക്ഷെ ഒരുപാട് ലെങ്ത് ഉണ്ട്, ഉള്ളില്ലാണ്ട് ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാനായിട്ട്. ഉള്ളോട് കൂടിയുള്ള മുടിക്കായിരിക്കും എപ്പോഴും ഭംഗി ഉണ്ടാവുക. അപ്പം ഞാൻ വിചാരിച്ചു മുടിയൊന്ന് വെട്ടിക്കൊടുക്കാന്ന്. അങ്ങനെ അച്ഛനോട് അമ്മയോടൊക്കെ സമ്മതം വാങ്ങി ഞാൻ വെട്ടാനുള്ള പ്ലാനൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നലെ ഞാനുണ്ണിയും കൂടി കിടന്നുകൊണ്ട് റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു യൂട്യൂബർ മുടി വെട്ടുന്ന ഒരു വീഡിയോ കണ്ടു കേട്ടോ. ആള് മുടി വെട്ടുന്നത് പറയുന്ന എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ വെട്ടിയിട്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആള് പറഞ്ഞ രീതിക്കുള്ള ഒരു മുടിയായിരുന്നു കേട്ടോ എൻ്റെ. കേളാണോ എന്ന് ചോദിച്ചാൽ കേളുമല്ല, നീളനാണോ എന്ന് ചോദിച്ചാൽ നീളനല്ല, ആ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ബ്യൂട്ടി പാർലറിൽ പോയി കാശ് കളയുന്നത്, അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിയും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കാരണം അവൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾ ഈ അടുത്ത് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ വെട്ടുന്നില്ല. പകരം ഞാൻ അങ്ങോട്ട് വെട്ടാന്നുള്ള തീരുമാനത്തിൽ അങ്ങോട്ട് എത്തി. അവരാ മുടി വെട്ടിക്കഴിഞ്ഞ് കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതിൽ ഞാൻ നിന്നിട്ടുള്ളത്. വീഡിയോ കണ്ട അന്ന് തന്നെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ തവണ ആ വീഡിയോ റിപ്പീറ്റ് അടിച്ച് അവർ പറഞ്ഞ അതേപോലെ തന്നെയായിരുന്നു മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ മുടി സ്മൂത്തനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിടക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാത്ത എൻ്റെ മുടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പട്ടി കടിച്ചതിൽ അക്രമമാണ് കേട്ടോ. ഇന്നലെ വെട്ടിയ സമയത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ രാത്രിയൊക്കെ ആയപ്പോൾ മുടി ഒരു നിലയ്ക്ക് കെട്ടാൻ പറ്റുന്നില്ല കേട്ടോ. മെടഞ്ഞിടാനും പറ്റുന്നില്ല, അതുപോലെ മൂളി പിടിച്ച് കെട്ടാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു വിധമാണ് ഞാൻ ഉണ്ടൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചത്. രാവിലെ എടുത്ത് നോക്കിയപ്പോൾ മക്കളെ എന്താ പറയണ്ടേന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഒരു ഭംഗിയില്ല, അതുപോലെ തന്നെ ഒരു വൃത്തിയില്ല കേട്ടോ വെട്ടൽ കാണാനായിട്ട്. ആറ്റുനോറ്റ് ഞാനൊരു ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചതാണ്. പക്ഷെ അതിങ്ങനെ ആയിപ്പോയിട്ടോ. പിന്നെ പറ്റിയ മണ്ടത്തരം എന്തെങ്കിലും തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് മിണ്ടണ്ട, അത് സഹിച്ചങ്ങോട്ട് ഇരിക്കന്നെ. കൊഴിഞ്ഞ് ആകെ ഉണ്ടായിരുന്നത് കുറച്ച് പപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളൊന്നും ഞാൻ എൻ്റെ മുടിയിൽ നടത്താറില്ല. പക്ഷെ വീട്ടിൽ നിന്ന് തന്നെ മോട്ടിവേഷൻ തന്ന് പിന്നാലെ നടക്കാൻ ഒരാളുള്ളത് കൊണ്ട് നമ്മളായാലും വീണ് പോവും. അതുകൊണ്ടാണ് പറ്റിയ അബദ്ധമാണ് കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സഹിക്കന്നെ. എങ്ങനെയെങ്കിലും ആ വെട്ടിയതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. രാവിലത്തെ പണികളൊക്കെ ഞാൻ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് നമുക്ക് ക്ലീനിങ് ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജ് ഇപ്പം നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ കേട്ടോ. വാങ്ങി പിന്നെ നമ്മളിതൊരു ഡീപ്പ് ക്ലീൻ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലെ പാത്രങ്ങൾ എടുത്ത് കഴുകി ഉപയോഗിക്കുന്നല്ലാണ്ട് ഫ്രിഡ്ജ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും മൊത്തത്തിൽ ആശാനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പാത്രങ്ങളൊക്കെ നമ്മൾ മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ എടുത്ത് ഇറക്കി വെക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ടേ, അത് കാണിച്ചു തന്നതാണ് കേട്ടോ. ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരിക്കുന്ന ഐറ്റംസ് ഒക്കെ എടുത്ത് നമുക്ക് പുറത്തേക്ക് തട്ടാം. കുറച്ച് മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കൈയോടെ കൊണ്ടുപോയി സുരുമടയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശാൻ ചീഞ്ഞു പോവില്ലേ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ ഷീറ്റ് വാങ്ങിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അധികം അഴുക്കാവില്ല. നമുക്ക് ആ ഷീറ്റ് ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റും. പിന്നെ എല്ലാ ഫ്രിഡ്ജിലും നമ്മുടെ അവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അതായത് സൈഡ് ഡോറുമുള്ള ഐറ്റംസ് ഊരിയെടുക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ഇതുമ്മ പറ്റണില്ല കേട്ടോ. ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഊരിപ്പോരുന്നില്ല. പിന്നെ അധികം ബലം പിടിച്ചില്ല കേട്ടോ. കാരണം പൊട്ടി വന്നു കഴിഞ്ഞാൽ, അമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ നാട് വിട്ടു പോകേണ്ട അവസ്ഥയാവും. അതുകൊണ്ട് വലിയ റിസ്ക് എടുത്തില്ല കേട്ടോ. ഒന്ന് തട്ടി നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി വരില്ല എന്ന്. പിന്നെ അതവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ മുതൽ പാപ്പൂസ് കാറുന്ന കാരണം ആശാനൊരു ചിരട്ടിയൊക്കെ കൊടുത്ത് ഞാനിവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ മുകളിലത്തെ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മെയിൻ ഭാഗത്തോട്ട് കടക്കാം. ഇത് അത്യാവശ്യം കുളമെന്ന് പറയാനില്ല, എന്നാൽ കുളമാണ്, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അടിയിൽ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എല്ലാം എടുത്ത് നമുക്ക് ആദ്യം പുറത്തേക്ക് വെക്കാം. പിന്നെ പച്ചക്കറിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ചിലതിലൊക്കെയാണ് കേട്ടുള്ളത്. അപ്പോൾ അതും എടുത്തൊന്ന് പുറത്തേക്ക് വെച്ചിട്ട് മൊത്തത്തിൽ കൊണ്ടുപോയി വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പം നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരിക്കുന്ന സോസും അതുപോലെ ഈന്തപ്പഴം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്.
പിന്നെ പച്ചക്കറി ടിന്നിൻ്റെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് അതിലെ സാധനങ്ങളൊക്കെ ഞാൻ മുറത്തിലോട്ട് തട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുള്ള ഫ്രിഡ്ജല്ല, രണ്ടാമത്തെ ഫ്രിഡ്ജാണിത്. ആദ്യത്തെ ഫ്രിഡ്ജുള്ള സമയത്തൊന്നും ഞാൻ ക്ലീൻ ചെയ്യാറില്ല. അമ്മയും ഉണ്ണിയാണ് കേട്ടോ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ. ഞാൻ ഈ ഒരു സെക്ഷനിലോട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ആദ്യത്തെ ഫ്രിഡ്ജ് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് ആണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ കയ്യോടെ കൊണ്ടുവന്ന് ഞാൻ സിങ്കിലിട്ട് നിറച്ചു വെച്ചു. പിന്നെയാണ് അബദ്ധം പറ്റിയത് മനസ്സിലായത്. കാരണം എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ കഴുകാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യുന്നതേ. പിന്നെ അതൊന്നും വലിച്ചു വാരി എടുക്കാൻ നിന്നില്ല, അവിടെ തന്നെ ഇട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഈ പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് കഴുകുന്ന പരിപാടിയില്ല. ഒരു പാത്രമാണെങ്കിലും അത് കൈയോടെ കഴുകി വെക്കലുള്ളൂ കേട്ടോ. സിങ്കിൽ കിടക്കണണ്ടപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കഴുകി തുടങ്ങുമ്പോൾ ഇത് തീരണില്ല കേട്ടോ. ഒരു നാട്ട സാധനങ്ങളുണ്ടായിരുന്നു. കാരണം ഇത് ഓരോ ഇതല്ലേ, മൂടി വേറെ, അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് വേറെ, പാത്രം വേറെ, അങ്ങനെ ഒരുവിധം ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ പെട്ടു എന്ന് പറഞ്ഞ അവസ്ഥയായി. കാരണം ഇത്ര നേരം നിന്നിട്ട് ഞാൻ ഇതുവരെ പാത്രം കഴുകിയിട്ടില്ല. അത്രയും നേരം നിന്നിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറിന് മേലെ ഞാൻ നിന്നു ഈ സാധനങ്ങൾ മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട്. പിന്നെ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതെന്തായാലും നമുക്ക് പുറത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ടെറസിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കാം. കാരണം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ പുണ്യം കൂടി ഉള്ളതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട്. കഴുകിയ സാധനങ്ങൾ എടുത്ത് നേരെ നമ്മുടെ സുലുമയുടെ ടെറസിൻ്റെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ കരടുണ്ട്, അപ്പോൾ അവിടെ ഇടാൻ പറ്റില്ല കേട്ടോ. ഇത് തേച്ചും എനിക്ക് പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയുള്ളതാണ്. കൂട്ടത്തിൽ 2 മുണ്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുണ്ട് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്തൊക്കെ പറഞ്ഞാലും പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണല്ലോ, അതിൻ്റെ മുകളിൽ ഇനി പൊടിയാവണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. ഇനി എന്താ, മുണ്ടൊക്കെ വിരിക്കുക, സാധനങ്ങളൊക്കെ പെറുക്കി അങ്ങോട്ട് വെക്കുക. കാല് പൊള്ളിയിട്ട് പാടുണ്ടായിരുന്നില്ല കേട്ടോ മുകളിൽ നിന്നിട്ട്. ഞാനാണെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു സാധനം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതല്ലേ, ചെരുപ്പിടണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഉണ്ണീനെ വിളിച്ച് കയറ്റി, അവളും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള മറ്റ് ചില്ല് പോലത്തെ സാധനങ്ങളൊക്കെ കഴുകിയെടുക്കാം. അത് മുകളിലേക്ക് കയറ്റിയില്ല കേട്ടോ, അത് പുറത്തന്നെയാണ് വെച്ചിട്ടുള്ളത്. കഴുകിയതൊക്കെ ഉണക്കാൻ വെച്ച് ഇനി നമുക്ക് കുറച്ച് നനയ്ക്കാനും അതുപോലെ തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോയി ചെയ്യാം. പിന്നെ ഞാൻ മുകളിലേക്ക് വിട്ടത് ഉണ്ണീനായിരുന്നു. അവൾ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല വെയിലുണ്ട്. എനിക്കാണെങ്കിൽ ചെറിയ രീതിക്ക് തലവേദന എടുത്തു തുടങ്ങി. അപ്പം ഞാനൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇവൾ പോയി പാത്രങ്ങൾ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടി. ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിന് മുമ്പേ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രയും വെയിലുണ്ടെന്ന് അർത്ഥം. പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എടുത്ത് അടിയിലേക്ക് വന്നത്. വെള്ളം ഉരുക്കി പിടിച്ച് കഴിഞ്ഞാൽ പണിയാവുന്നേ, പറയാൻ പറ്റില്ല. സാധനങ്ങളൊക്കെ എടുത്ത് ഇറക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിനെ മൊത്തത്തിലൊന്ന് കഴുകാം. കഴുകൽ വേറെ ഒന്നുമല്ല കേട്ടോ, നനഞ്ഞ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക, പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് ഒന്നും കൂടി തുടയ്ക്കുക, അത്ര തന്നെ. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അധികം കരട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഷീറ്റ് ഇടുന്നതുകൊണ്ട് അതും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫാന്ന് ഉറപ്പിക്കണം കേട്ടോ, അല്ലെങ്കിൽ വല്ല ഷോക്ക് അടിക്കും. പിന്നെ നല്ല വൃത്തിയുള്ള തുണി തന്നെയായിരിക്കണം നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ടത്. ഞാൻ അത്യാവശ്യം നല്ല ക്ലീനുള്ള തുണി തന്നെയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് തുടച്ചിട്ട് പിന്നെ നമ്മളതൊക്കെ സെറ്റാക്കി വെക്കാനാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഈ ഫ്രിഡ്ജ് ക്ലീനിങ് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം വേറെ ഒന്നല്ല കേട്ടോ, ബാക്കി ക്ലീനിങ് പോലെയല്ല ഇത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പോലെ തോന്നുന്നുണ്ട്, അതുപോലെ കുറേ സമയം പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് മടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ന് രാവിലെ മുതൽ എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടും ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്തു വെച്ചത് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട പറ്റില്ലല്ലോ, അതുകൊണ്ട് ഉണ്ണിയും കൂടി ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ വേഗം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഫ്രീസറിൻ്റെ സെക്ഷനാണ് കേട്ടോ ഒതുക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഐസ് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ വെച്ചു. പിന്നെ സുലുമയുടെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചാൽ മീനൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ ടിന്നിലാക്കി സെറ്റാക്കണം. അപ്പോൾ ആദ്യം ആ ഒരു സെക്ഷനിലുള്ള ചില്ലിൻ്റെ ആ സംഭവങ്ങളൊക്കെ വെച്ച് ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഷീറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, കാരണം അധികം പൊടി കാര്യങ്ങളൊന്നും ഫ്രിഡ്ജിൻ്റെ അതിലേക്ക് പറ്റില്ല. നമുക്ക് ആ ഷീറ്റ് എടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം, അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല തലവേദനയായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ പോയി കിടന്നു കേട്ടോ. കാരണം ഇന്ന് കുറേ നേരം ഞാൻ വെയിൽ കൊണ്ടു, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വന്ന് ക്ലീനിങ് വീണ്ടും തുടങ്ങുമ്പോൾ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം, കാരണം ലേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇട്ട് പോലെയാവും നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യാം.
ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് കേട്ടോ അടുക്കി പറക്കി വെക്കൽ തുടങ്ങിയത്. ആദ്യം നമുക്ക് പുറത്തെടുത്ത് വെച്ച സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാം, നമ്മുടെ സോസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വെള്ളം അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കളഞ്ഞ് പുതിയ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പച്ചക്കറികളൊക്കെ ആക്കി വെക്കാം. അതെന്തായാലും നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. ഓർഗനൈസിങ് അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ്. ഈ ഫ്രിഡ്ജ് ക്ലീനിങ്ങിലാണ് കേട്ടോ ഞാൻ ശരിക്കും പെട്ടുപോയത്. കൂട്ടത്തിൽ നിന്ന് വയ്യാണ്ടായല്ലോ, അതാണ് കേട്ടോ. പുതിയ ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യമായിരുന്നു അതിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ അടുക്കി പറക്കി നല്ല വൃത്തിയോടുകൂടി വെക്കുന്നുള്ളത്. അല്ലാണ്ട് വെറുതെ വലിച്ചു വാരി ഇടുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള സകല സാധനങ്ങളും നമ്മൾ മീഷോന്നായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം അഫോർഡബിളും അതുപോലെ നല്ല റിവ്യൂസ് ഉള്ള സാധനങ്ങളായിരുന്നു കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സമയം എടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ളത്. പിന്നെ എത്രയൊക്കെ റിവ്യൂ നോക്കി വാങ്ങിയാലും നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ കയ്യിൽ കിട്ടുന്ന പ്രൊഡക്റ്റ്. കൂട്ടത്തിൽ നമ്മൾ അതിനെ എങ്ങനെ നോക്കുന്നു എന്ന് പോലെ ഇരിക്കും. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകുക, അത്ര തന്നെ. പിന്നെ ലൈഫ് ലോങ് നമുക്കൊരു സാധനം ഉപയോഗിക്കാനൊന്നും പറ്റില്ല, എപ്പോഴെങ്കിലുമൊക്കെ കേടാവും. പക്ഷേ നമ്മൾ മാക്സിമം ശ്രമിക്കുക കുറേ നാൾ കൊണ്ടുപോകാനായിട്ട്, അത്ര തന്നെ കേട്ടോ. ഈ വട്ടം നല്ല വേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്ലൂഡനിൽ നിന്ന്, അതുകൊണ്ട് കുറേ വാങ്ങിയിട്ടോ. സാധാരണ കടയിൽ നിന്ന് വേപ്പില വാങ്ങൽ കുറവാണ്. നമ്മുടെ ഇവിടെ ചില വീടുകളിലുണ്ട് കേട്ടോ. അപ്പോൾ പറിക്കാൻ കുഴപ്പമില്ലാത്ത വീടുകളാണ്. അവർക്കൊരു കുഴപ്പമില്ല കേട്ടോ വേപ്പില പോയി ഒടിച്ചെടുക്കുന്നതുകൊണ്ട്. അവർ ഒടിച്ചെടുക്കാനേ പറയുള്ളൂ, കാരണം ഒടിച്ചെടുത്താലേ വരുള്ളൂ എന്ന് പറയും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങാറില്ല. പക്ഷെ ചിലരുണ്ട് കേട്ടോ, എൻ്റെ മാമൻ്റെ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വേപ്പില പറിക്കാൻ പോകുന്നത് ആശാമാർക്കും ആശാത്തിമാർക്കും വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ ആൻറ്റി ഇവിടെ വരുമ്പോൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ വേപ്പില. ഈ സാധനങ്ങൾ ഉണ്ണി എടുത്ത് വെക്കാന്ന് പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് അവളെ കിടത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം, സാധനങ്ങൾ എടുത്ത് വെക്കാൻ നീ സമ്മതിക്കൂലല്ലേടിന്ന്. എന്തായാലും കുട്ടി അവിടെ ഇരുന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞതല്ലേ, നമുക്കൊരു ചെറിയ പണി കൊടുക്കാം കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ ഇത് റാപ്പ് ചെയ്ത് വെക്കലാണ്. ഇത് എനിക്ക് വലിയ വശമില്ല കേട്ടോ, ഞാൻ ചെയ്താൽ ശരിയാവാറില്ല, അങ്ങനെ പൊട്ടിപ്പോരും. അപ്പോൾ അത് ഉണ്ണിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മുറിച്ച സാധനങ്ങൾ റാപ്പ് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്, അധികം കരടൊന്നും ആവില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ മീറ്റ് പ്ലാൻ പോലെ ചെയ്ത് വെക്കാറുണ്ട്. അത് നാളേരം ചിരകി നിറച്ച് വെക്കലാണ് കേട്ടോ. ഇതൊക്കെ രാവിലെ ചെയ്യൽ ഇത്തിരി അട്ടിപ്പണിയാണ്, അപ്പോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന നാളികേരത്തിനും എനിക്ക് വലിയ പ്രത്യേകമായിട്ട് നാശമായി പോകും, അതുപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നാറില്ല. പിന്നെ വെളുത്തുള്ളി, ഉള്ളി അതുപോലെയുള്ള കാര്യങ്ങളും നന്നാക്കി വെക്കാറുണ്ട്. ഇതൊക്കെ ഈസിയാണ് കേട്ടോ, രാവിലെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഇനി ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ട് കയറ്റണം കേട്ടോ. എന്തായാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. കാരണം ഒരു ദിവസം ഇല്ലാത്ത മടിയും വിഷമവും ആകെപ്പാട് അസ്വസ്ഥതയായിരുന്നു കേട്ടോ ഫ്രിഡ്ജ് ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് നിന്നപ്പോൾ. സാധാരണ ഇങ്ങനെ മൂഡ് ഓഫ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷേ ഇന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിയതുകൊണ്ട് തന്നെ അത് കേടായി പോകുമല്ലോ, നമ്മൾ മടി പിടിച്ചൊരു സ്ഥലത്ത് ഇരുന്നാൽ ശരിയാവില്ല. കുറച്ചെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി എടുത്ത് വെച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഞാൻ കയറ്റി വെച്ചത് അവൾക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല. പിന്നെ അവൾ ഒന്നും കൂടി അത് ഇറക്കിയിട്ട് വീണ്ടും അവളുടേതായ രീതിക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, അവൾ എടുത്ത് വെക്കട്ടെ, ഞാൻ വെച്ചത് ശരിയാവേണ്ടാണല്ലോ. അടിയിലത്തെ സെക്ഷൻ പിന്നെ എങ്ങനെ വെച്ചാലും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കാനായിട്ട് പോയത്. കാരണം രാവിലെ മുതൽ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് മൊത്തം കഴിഞ്ഞിട്ടൊന്ന് കുളിക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ ബ്രെഡാണ് കേട്ടോ തിന്നിട്ടുണ്ടായിരുന്നത്, ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്താ നമുക്ക് പോയിട്ട് ചാപ്പാടിന് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ കൂന്തൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂന്തൽ വറുത്തത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ നിറച്ചത് കേട്ടോ, വറുത്തതല്ല, സോറി തെറ്റിയതാണ്. അപ്പോൾ അത് ഉണ്ണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവളിതേ അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടന്നിട്ടുണ്ട്. എൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവളുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടിയ ഭാഗങ്ങളൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛൻ വന്നപ്പോൾ കുറച്ച് ലിവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്കതെടുത്ത് റോസ്റ്റ് ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ സെക്ഷനിലോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എനിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.